അമ്പോ സ്വർണം ആഹാ ഓഹരി അയ്യോ രൂപ എന്ന മട്ടിൽ വിപണി വികാരം. സ്വർണം ഇന്നും 2 തവണ റെക്കോർഡിട്ട് ഗ്രാമിന് 240 രൂപ വർദ്ധിച്ച് പവന് 84,840. ട്രംപ് ഏൽപ്പിക്കുന്ന ഓരോരോ ആഘാതങ്ങൾക്കിടയിൽ ഓഹരി വിപണിയിൽ ഇടയ്ക്കെങ്കിലും തെളിഞ്ഞ് പച്ചവെളിച്ചം. എന്നാൽ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ ഇടിവ് സർവകാല റെക്കോർഡിൽ 88 രൂപ 46 പൈസ. വിനിമയ മെച്ചം കിട്ടുന്നതിനാൽ നാട്ടിലേക്ക് പണമയക്കുന്ന ഗൾഫിലേതടക്കം പ്രവാസികൾക്ക് ആഹ്ലാദം. GST ഇളവിനെ തുടർന്ന് മാരുതി സുസുക്കി, ടാറ്റ, ഹ്യുണ്ടായി തുടങ്ങി വിവിധ വാഹന കമ്പനികൾക്ക് വിൽപ്പനയിൽ റെക്കോർഡ്. മാരുതി സുസുക്കി തിങ്കളാഴ്ച വിറ്റത് 25,000-ൽ പരം വാഹനങ്ങൾ. 80,000-ൽ പരം താൽപര്യക്കാരിൽ നിന്ന് അന്വേഷണ വിളികൾ. GST ഇളവിന് ശേഷം ഇതുവരെ ബുക്കിംഗ് 75,000. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിക്കുന്ന സംഭവത്തിൽ കുടുങ്ങി പ്രമുഖ സിനിമാ താരങ്ങൾ. കസ്റ്റംസ് കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പൃഥ്വിരാജിന്റെ വീട്ടിൽ റെയ്ഡ്. വിവിധ ജില്ലകളിലെ 30 പരിശോധന. കപ്പൽ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാകാനുള്ള ശ്രമത്തിൽ തമിഴ്നാട്. ഷിപ്പ്യാർഡ് നിർമ്മിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡും മസഗൺ ഡോക്ക് ബിൽഡേഴ്സും ചേർന്ന് 30,000 കോടി രൂപ നിക്ഷേപിക്കുന്നതിന് ധാരണാപത്രം. പ്രതീക്ഷ 55,000 തൊഴിലവസരങ്ങൾ. പ്രോവിഡന്റ് ഫണ്ടിലെ നിക്ഷേപം പിൻവലിച്ച് വഴിവിട്ട കാര്യങ്ങൾക്ക് ചെലവാക്കുന്നതായി കണ്ടെത്തിയാൽ തിരിച്ചുപിടിക്കുമെന്ന് തൊഴിലാളികൾക്ക് EPF ഓർഗനൈസേഷന്റെ മുന്നറിയിപ്പ്. വിവാഹം, വിദ്യാഭ്യാസം, വീട്, അസുഖം പോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് PF തുക പിൻവലിക്കാവുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.